നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം സാധ്യമാകുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് സിയാദ് ഇല്ലിക്കൽ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ ഈ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെ സാറിനോട് ചോദിക്കുമ്പോൾ എങ്ങനെ അതിനെക്കുറിച്ച് സാറ് പറയും? ഫിനാൻഷ്യൽ ഫ്രീഡം സാധ്യമാകില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഈ ലോകത്ത് സാധ്യമാകാത്ത ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് പല ആളുകൾക്കും പല പെർസ്പെക്റ്റീവിലാണ്. ഇപ്പോൾ റംഷാദിനെ സംബന്ധിച്ച് ഈ പ്രൈസ് നോക്കാതെ സാധനങ്ങൾ വാങ്ങുന്നതാകാം. എന്നാൽ വേറെ വ്യക്തിനെ സംബന്ധിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നതാവാം. വേറൊരു ആൾക്ക് ബോസിൻ്റെ ആജ്ഞകളില്ലാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാവാം. അപ്പോൾ പല ആളുകൾക്കും പല പെർസ്പെക്റ്റീവാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് എലമെൻ്റൊക്കെ തീർച്ചയായിട്ടും ട്രേഡിങ്ങിലൂടെ സാധ്യമാകും. പക്ഷേ അബ്സല്യൂട്ട്, അതായത് ജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പണം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ട്രേഡിങ്ങിലെത്താൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് സമയങ്ങളെടുത്തേക്കാം. പക്ഷേ സാധ്യമാകില്ല എന്ന് അർത്ഥം ഇല്ല. എങ്കിൽ കൂടിയും ഒരുപാട് എഫേർട്ടുകളും കുറച്ചധികം സമയവും പഠനവും കൊടുത്താൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഫ്രീഡം ട്രേഡിങ്ങിലൂടെ സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും സാർ, ഇപ്പോൾ സെബിയുടെ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ കാണാൻ സാധിക്കുന്നത് 90% ആളുകളും മാർക്കറ്റിൽ ക്യാഷ് കളയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ, എന്താണ് സാറിൻ്റെ അതിന്? അതെ, റംഷാദ് പറഞ്ഞ വളരെ കറക്റ്റ് തന്നെയാണ്. ഈ 95% അപ്രോക്സിമേറ്റ്ലി ആളുകൾ പൈസ ഇതിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അത് ട്രേഡേഴ്സാണ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആരും നഷ്ടം വന്നിട്ടില്ല. അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ വെൽത്ത് ക്രിയേഷൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ അത് നമ്മളുടെ പർപ്പസ് എന്താണെന്ന് അനുസരിച്ചിരിക്കും. വെൽത്ത്, ഇപ്പോൾ റംഷാദ് പറഞ്ഞ പോലെ തന്നെ വെൽത്ത് ക്രിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരാരും തന്നെ 95% ആളുകൾ ഇവിടെ നഷ്ടം വരുന്നില്ല. ഇത് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ റംഷാദ് പറഞ്ഞു 95% ട്രേഡേഴ്സ് ഇവിടെ ലോസ് ആണെന്ന് പറയുമ്പോൾ, ഈ നിഫ്റ്റി, നമ്മളുടെ ബെഞ്ച് മാർക്ക് നിഫ്റ്റി കഴിഞ്ഞ ഇതേ കാലയളവിൽ തന്നെ, അതായത് ഒരു 5 വർഷത്തെ കാലയളവ് എടുക്കുകയാണെങ്കിൽ അപ് ടു 14% വരെ റിട്ടേൺ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇയർലി റിട്ടേൺ. അതെ. ബാങ്ക് നിഫ്റ്റി എത്രയാണ്? അപ്പോൾ 6% ആണ്. പക്ഷേ ഈ സെബി അപ്പോൾ കണക്കുകളിൽ പാളിച്ചകളൊന്നുമില്ല. കണക്കുകൾ കൃത്യമായിട്ട് കറക്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ ട്രേഡേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് കുറച്ചും വളരെ കീനായിട്ട് നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് പഠിച്ച് ഒരുപാട് പേഷ്യൻസോട് കൂടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ട്രേഡിങ്. ഇതിൽ ഈ കണക്കുകൾ കുറച്ചും കൂടിയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പോലെയുള്ള ട്രേഡിങ്ങുകളിലാണ് കുറച്ചും കൂടി കൂടുതൽ ആളുകൾ നഷ്ടം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ്, കോൺട്രാക്റ്റിൽ ഇതിനെ സ്വാധീനിക്കുന്ന പല ഗ്രീക്സുകൾ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ ഈ നഷ്ടസാധ്യതകൾ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് നോളജ് കൂടുതൽ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നഷ്ടസാധ്യതകൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞേക്കാം. ഓപ്ഷൻസ് ഇപ്പം ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബിഗിനറായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഓപ്ഷൻസിലേക്ക് കടക്കുക, F&Oയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് ആയിട്ട് തന്നെയാണോ സാറ് കാണുന്നത്? തീർച്ചയായിട്ടും റിസ്ക്കാണ്. കാരണം ഈ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ കൊറോണക്ക് മുമ്പ് 2 കോടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ 22 കോടിയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം. അപ്പോൾ ഓപ്ഷൻ ചെയ്യണ്ട ഒരിക്കലും പറയുന്നില്ല, ചെയ്യാം. ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിനെ പഠിച്ച് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇൻകം പോലെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ജമ്പ് ചെയ്ത് ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ആദ്യം മാർക്കറ്റിലേക്ക് വരാം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്കുകളിൽ ലോങ് ടൈം ഷോർട്ട് ടൈം ട്രേഡുകൾ നടത്താം, പിന്നീട് ഇൻട്രാഡേയിലേക്ക് പിച്ച് വെച്ച് നടക്കാം. അപ്പോഴും അവിടെ ക്വാണ്ടിറ്റികളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കുറച്ച് കാലം അതിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഓപ്ഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കാം ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാറ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട്
ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമോഡിറ്റികൾ, ഇപ്പോൾ ഗോൾഡൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷമൊക്കെ വലിയൊരു റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റോക്ക്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഇപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതെങ്ങനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആള് ഏത് രീതിയിലുള്ള ഒരാളാണെന്ന് അനുസരിച്ചിരിക്കും അദ്ദേഹം ചെയ്യുന്ന ജോലി. ഒന്നാമത്തെ ഗോൾസ്. അതെ. രണ്ടാമത് ഗോൾസ്. ചെയ്യുന്ന ജോലിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ട് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ. ഒരു ജോലിയുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു പാർട്ടിസിപ്പേഷൻ ആവരുത് ജോലി ഇല്ലാത്ത ആൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പഠിക്കുന്ന ആളുകൾ വേറെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാർക്കറ്റ് തന്നെ ഡൈവേഴ്സിഫൈഡ് ആണ്. ഇവിടെ IT, ബാങ്ക്, ഇൻഫ്രാസ്ട്രക്ചർ, ഫാർമ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇക്വിറ്റിയിൽ തന്നെ വേണമെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താം. ഡിഫറെൻ്റ് ഓഫ് സെക്ടേഴ്സ് അല്ലേ? ഡിഫറെൻ്റ് ഓഫ് സെക്ടേഴ്സ്, ഓട്ടോമൊബൈൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഡിഫൻസ്. അടുത്ത കാലത്തൊക്കെ ആയിട്ട് വളരെയധികം നിക്ഷേപകർക്ക് റിട്ടേൺ നൽകിയ ഒരു സെക്ടറാണ് ഡിഫൻസ്. അപ്പോൾ ഈ നമ്മുടെ ഇക്വിറ്റിയിൽ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താം. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ, ഇപ്പോൾ എല്ലാ ആളുകളും ഒരേപോലെ ആവില്ല മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ജോലിയുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. അതിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ജോലിയിൽ ശ്രദ്ധ കൊടുത്തതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എങ്ങനെ? മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. നേരിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനായിട്ടുള്ള സമയമോ സ്കില്ലോ ഇല്ല എന്ന് ഇരിക്കെ മ്യൂച്വൽ ഫണ്ട് നമ്മളെ സഹായിക്കും. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അതിനർത്ഥം ഏകദേശം ഒരു 40ഓളം സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഡൈവേഴ്സിഫൈ ആയിട്ട് അത് 40ഓളം സ്റ്റോക്കുകൾ സ്പ്ലിറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് റിസ്ക്കും എലമെൻറ്റുകളും നമുക്ക് നിശ്ചയിക്കാം. ഒരു വ്യക്തി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഞാൻ കുറച്ചുകൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ, നമുക്ക് NSEയിൽ ഏകദേശം ഒരു 6000 കമ്പനീസ് ഉണ്ടല്ലോ. 6000 കമ്പനീസ് ഒരേപോലെ ആയിരിക്കില്ല പെർഫോമൻസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും മികച്ച കമ്പനീസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് ഉണ്ടാവാം. ഇതിൻ്റെ ടെക്നിക്കൽ ടേമിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം പൊതുവായിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഉൾപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇവിടെ. അതിന് നമ്മൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. അതല്ലെങ്കിൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിഫ്റ്റി ഇത്ര റിട്ടേൺ നൽകി, ഏകദേശം 14% റിട്ടേൺ നൽകിയല്ലോ. ഈ നിഫ്റ്റീനെ ഫോക്കസ് ചെയ്യുന്ന ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. താരതമ്യേന റിസ്ക് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതിൽ നിക്ഷേപിക്കാം. ഇനി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റിസ്ക് കൂടിയിട്ടുള്ള നിക്ഷേപമുണ്ട്. ഈ Nifty 50 ഉൾപ്പെടുന്ന 50 കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുന്ന അതാണ് ഇൻഡെക്സ് ഫണ്ട്. ഇനി അതല്ല, കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നിരിക്കെ അവർക്ക് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കാം. പക്ഷെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഒരു കമ്പനി മൾട്ടി ബാഗർ ആകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു സ്മോൾ ക്യാപ്പ് ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം റിസ്ക് എലമെൻ്റ് ഉണ്ട്. നേരെ മറിച്ച് ഒരു സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലോ സ്മോൾ ക്യാപ്പ് തന്നെയാണ്, പക്ഷെ അവിടെ ഒരു 40ഓളം സ്മോൾ ക്യാപ്പ് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ ഫണ്ട് മാനേജർ ഏതിലൊരു ഫണ്ട് മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഇവർ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ തന്നെ ഷഫിൾ ചെയ്ത് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യും. നമുക്ക് ആസ് എ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ റീബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ ഫണ്ട് മാനേജറിന് അതൊരു ഈസി പ്രോസസ്സാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണ് ഏറ്റവും നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ മാർഗം. ഇനി കുറച്ചും കൂടി സ്കില്ല് സമയം കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സ്റ്റോക്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ പല സെക്ടറിലുള്ള സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഫണ്ടമെൻ്റലൊക്കെ പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനും ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവേണ്ടത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല ജോലികളും ചെയ്യുന്ന ആളുകളായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ പലരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്ത്
കംപ്ലീറ്റ് മാർക്കറ്റിൽ ഫുൾ ടൈം മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഞാൻ അഡ്വൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല, എങ്കിലും ഈ പല ആളുകളും അവരുടെ ജോലി റിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് വരുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം നിലവിലെ സാഹചര്യങ്ങളിൽ ജോലി സമ്മർദ്ദം വളരെയധികം കൂടുതലുണ്ട്. എല്ലാ മേഖലയിലും ജോലി സമ്മർദ്ദം വളരെയധികം കൂടുതലുണ്ട്. ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ജോലി സമ്മർദ്ദം ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ് പ്രധാനമായിട്ടും ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ഒരു പരിധിവരെ അത് കറക്റ്റാണ്. കാരണം ഇവിടെ നമുക്ക് ജോലി സമ്മർദ്ദം കുറവാണ്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത് എന്ന് കരുതി നിലവിലുള്ള ജോലി ഒരിക്കലും റിസൈൻ ചെയ്യുന്നത് നല്ലൊരു പ്രാക്ടീസ് അല്ല. ഈ ജോലി എന്ന് പറയുന്നത് ഒരു ഷുവർ ഷോട്ട് ഇങ്കാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഷുവർ ഷോട്ട് ഇങ്ക് അല്ല. ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയല്ല, ട്രേഡിങ്ങിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നിലവിലുള്ള ജോലി റിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് വരുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. പക്ഷേ നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ട്രേഡിങ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു കാര്യമല്ല ട്രേഡിങ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സ്പെക്കുലേറ്റ് ആണ് ചെയ്യുന്നത്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആകുമെന്നുള്ളൊരു ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ബൈക്ക് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റിലോ, ഡെറിവേറ്റീവിലും ഇൻട്രാഡേയിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അസറ്റും ഓൺ ചെയ്യുന്നില്ല. നമ്മളൊരു ഫുൾ പൈസ കൊടുത്ത് ഒരു സ്റ്റോക്കിൻ്റെയും അസറ്റ് ഓൺ ചെയ്യുന്നില്ല. നമ്മൾ സ്പെക്കുലേറ്റാണ് ചെയ്യുന്നത്. മാർക്കറ്റ് ബുള്ളിഷ് ആയേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആയേക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ സ്പെക്കുലേറ്റ് ചെയ്ത് അതൊരു ഇൻകം ആക്കി മാറ്റണം. അവിടെ ഒരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ നിലവിൽ ജോലിയുള്ള ആളുകൾ ജോലി സമ്മർദ്ദം കാരണം ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ മേ ബി നിലവിലുള്ള ജോലിയിലേക്കാൾ കൂടുതൽ സമ്മർദ്ദമാകാം ഉണ്ടാകുക, കൂടുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഷുവർ ഷോർട്ടായിട്ടുള്ള ഇൻകം ഇവിടെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ട്രേഡിങ്ങിലുണ്ട്. പക്ഷേ ട്രേഡിങ്ങിൽ ഒരിക്കലും ഒരു അയിത്തം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ട്രേഡിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് നിലവിലെ ജോലി റിസൈൻ ചെയ്ത് ട്രേഡിങ്ങിലേക്ക് വരരുതെന്ന് മാത്രമേ ഞാൻ മീൻ ചെയ്തിട്ടുള്ളൂ. കാരണം അവിടെ സമ്മർദ്ദം ഡബിളാവും. അപ്പോൾ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളൊക്കെ എടുക്കുക. അതിനുശേഷം നമുക്കത് വർക്കാവുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾക്ക് ട്രേഡിങ് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിലവിലുള്ള ജോലിനോട് കുറച്ചും കൂടി സ്നേഹം കൂടുതലുണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു നിലവിലുള്ള ജോലിയുടെ പ്രശ്നങ്ങളാവാത്ത സാഹചര്യങ്ങളിലേക്ക് പോയേക്കാം. എന്നാൽ ചില ആളുകൾക്ക് ഓക്കെ ഇതെനിക്ക് പറ്റും എന്നുള്ള ഒരു കൺസെപ്ഷനിൽ എത്തിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ട്രേഡിങ് ഒരു വലിയ ദീർഘമായ ഒരു ടൈമിൽ പ്രാക്ടീസ് ചെയ്യുക ജോലിയോടൊപ്പം തന്നെ. എന്നിട്ട് എപ്പോഴാണോ നിലവിലുള്ള ജോലിയിൽ നിന്നുള്ള സാലറി ട്രേഡിങ്ങിൽ നിന്ന് കൺസിസ്റ്റൻ്റ് എന്നുള്ള വേർഡ് ഞാൻ വീണ്ടും അണ്ടർലൈൻ ആയിട്ട് പറയുകയാണ്. കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു 1 ഇയർ സ്പാനിൽ നമുക്ക് ട്രേഡിങ്ങിൽ നിന്നൊരു കൺസിസ്റ്റൻ്റ് ഇൻകം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാണെങ്കിൽ വേണമെങ്കിൽ ജോലി വിടാം. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാം. റംഷാദ് ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യമാണല്ലോ ചോദിച്ചത്. പക്ഷെ റംഷാദിനെ അറിയാം, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ പഠിത്തം അവസാനിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറയുമ്പോൾ റംഷാദ് കണ്ടിട്ടുണ്ടോ, പല ഈ ട്രേഡിങ്ങിൽ വിജയിച്ച ആളുകളുടെ എല്ലാം തന്നെ ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റോറീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ തമ്പനയിൽ തന്നെ വളരെയധികം പ്രശ്നമാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് കോടീശ്വരനിലേക്ക് എന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ക്ലിക്ക് ബൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ശരിയല്ല എന്ന് വാദിക്കുന്ന ഒരു ന്യൂനപക്ഷമായ ചില ആളുകൾ ഇതാണ് റിയാലിറ്റി എന്ന് വിശ്വസിച്ചിട്ട് ഈ നിലവിലുള്ള ആ ഒരു സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ കൂടുതൽ ഇൻസ്പയർ ആവാൻ സാധ്യത അവരാണ്. അതെ തീർച്ചയായിട്ടും അവരാണ് കൂടുതൽ ഇൻസ്പയർ ആവാൻ സാധ്യത. കാരണം ഒരു 18 മുതൽ ഒരു 20 വയസ്സുള്ള ഒരു സമയത്ത് ഇതുവരെയുള്ള വീഡിയോയുടെ ഒരു ക്ലിക്ക് ബൈറ്റുകളിൽ വിശ്വസിച്ചിട്ട് അന്ന് പിന്നെ പഠിത്തം വേണ്ട, ട്രേഡിങ് മതി എന്ന് നിശ്ചയിക്കുന്നത് അത് വളരെ അലാമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സെബി ഗവൺമെൻറ് അതായിരിക്കാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കുറച്ചും കൂടിയും
അവർ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതെ അതെ, ഇപ്പോൾ FNOയിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡെയിലി എക്സ്പീരിയൻസ് ഇല്ല. അതെ അതെ പിന്നെ ലോഡ് സൈസ് കൂട്ടി അല്ലേ, അതെ അതെ, ഇപ്പോൾ മാർജിൻ കൂടുതൽ, എക്സ്പയറി ഡെയിലി മാർജിൻ റിക്വയർമെൻറ്റ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയും ഗവൺമെൻറ് പരിഗണിക്കുന്നുണ്ടാവാം. അപ്പോൾ പൊതുവായിട്ടൊരു ഇതിൽ വേണമെങ്കിൽ ഞാൻ അഡ്വൈസ് തരാം. ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റ് നിലവിലുള്ള അവരുടെ എഡ്യൂക്കേഷൻ കട്ട് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് ഒരിക്കലും വരരുത്. കാരണം ഇത്തരം ഏജായി എന്നുള്ള ആളെന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു എലിജിബിലിറ്റി ഉണ്ട്. പക്ഷെ ജോലിക്കാർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നത് അവരുടെ സ്വയം തീരുമാനം എടുക്കുക, ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതിലേക്ക് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ സ്റ്റുഡൻസിനോട് തീർച്ചയായിട്ടും അഡ്വൈസ് ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഓഫീസിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെല്ലാ ആൾക്കാരെയും പറയുന്നത് പഠിത്തം കഴിഞ്ഞതിന് ശേഷം വാ എന്നുള്ള ഒരു ഇതാണ് പൊതുവെ പറയുന്നത്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗോൾഡിൽ വലിയൊരു സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗോൾഡ്, ലാൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കാണുന്ന അസറ്റുകളാണ്. അപ്പോൾ ഈ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് അതൊക്കെ പരിഗണിച്ചാൽ പോരെ, ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെ വരണം അങ്ങനെയുണ്ടോ? എന്താണ്? ഒരു നിർബന്ധമില്ല. ഇത് നമുക്ക് ഗോൾഡ്, ലാൻഡ്, പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, ബാങ്കും അല്ലേ, ബാങ്കിൻ്റെ FD അല്ലേ. ബാങ്ക് ഞാൻ മൂന്നായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന്, ബാങ്കിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ ഒരു 6% ആണ് റിട്ടേൺ നൽകുന്നത് ബാങ്ക്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇൻഫ്ലേഷൻ എത്രയാണ്? ഓൾമോസ്റ്റ് 6% ആണ്. നമ്മൾ ഇൻഫ്ലേഷൻ മാത്രം സംസാരിക്കുമ്പോൾ എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ, മെഡിക്കൽ ഇൻഫ്ലേഷനൊക്കെ വിട്ടുപോകാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ കൊടുക്കേണ്ട ഫീസല്ല ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് അല്ലേ, ഫീസ് കൂടി. മെഡിക്കൽ എക്സ്പെൻസ്, മെഡിസിൻ്റെ എക്സ്പെൻസ് മാത്രമല്ല, ഡോക്ടറിന് നമ്മൾ അപ്പോയിൻമെൻറ്റിൻ്റെ ഫീസ് വരെ 100 രൂപ ഉണ്ടായിരുന്നത് 500 രൂപയിലേക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ ഇൻഫ്ലേഷനും എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷനും 14% വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 2 അസറ്റ് ക്ലാസ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ 2 അസറ്റ് ക്ലാസ്സുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാം. ട്രഡീഷണൽ ആയിട്ട് നമ്മളൊരു ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് വാങ്ങിയെന്നിരിക്കട്ടെ, നമുക്ക് അവിടെ ഒരു മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലേ, 12% മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ മേക്കിംഗ് ചാർജ് ആക്ച്വലി നമ്മുടെ നഷ്ടമല്ലേ. നമ്മൾ ഈ ഒരു ഗോൾഡ് ഈ 12% കൊടുത്ത് നമ്മളൊരു മേക്കിംഗ് ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു, അതിനുശേഷം ഒരു 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ ഈ മേക്കിംഗ് ചാർജ് നമ്മൾ നഷ്ടമായിട്ടുണ്ട്, നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ആ ഒരു നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ലാൻഡും അതുപോലെ തന്നെ. എല്ലാ ലാൻഡും നല്ല രീതിയിലൊന്നും അപ്രീസിയേഷൻ നൽകാറില്ല. നമ്മളൊരു ലാൻഡ് വാങ്ങിച്ച് അതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വരുമ്പോൾ മാത്രമാണ് ലാൻഡിൻ്റെ വാല്യൂ വലിയ തോതിൽ ഉയരുന്നത്. ലാൻഡിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇത് ലിക്വിഡിറ്റി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് കാശാക്കി മാറ്റാൻ പറ്റില്ല ലാൻഡ്. അപ്പോൾ ഈ 2 ഇഷ്യൂ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും. ഗോൾഡ് നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാതെ തന്നെ ഡിജിറ്റലി ഗോൾഡ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് വീസ് പോലെയുള്ള ETF ഫണ്ടും ഉണ്ട്. ഇനിയിപ്പോൾ ലാൻഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വാങ്ങാനായിട്ട് പറ്റും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, REIT. അതെ, നമ്മളിപ്പോൾ ഡിജിറ്റലായിട്ട് വാങ്ങിക്കുമ്പോഴും ഈ ഗോൾഡിൻ്റെ അപ്രിസിയേഷൻ കിട്ടും നമുക്ക്. അത് തീർച്ചയായിട്ടും ഫിസിക്കൽ ഗോൾഡ് ഉണ്ടാവുന്ന അതേ അപ്രീസിയേഷൻ കിട്ടും. മേക്കിംഗ് ചാർജ് വേണ്ട എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റലി നമ്മൾ ഗോൾഡ് വാങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, നമ്മൾ ആഭരണമായിട്ട് ഗോൾഡ് വാങ്ങുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് അത് ഡിജിറ്റലി വാങ്ങുമ്പോൾ കിട്ടില്ല കേട്ടോ. ജ്വല്ലറി ആയിട്ട് വാങ്ങുമ്പോൾ നമ്മളുടെ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും അവർക്ക് ഒരു ആഭരണമായിട്ട് അവർ കയ്യിൽ ധരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമുക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. അപ്പം എല്ലാം നമുക്ക് പണമായിട്ട് താരതമ്യം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ഗോൾഡ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പെർസ്പെക്റ്റീവ് വാങ്ങുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റാണ് ഏറ്റവും ബെസ്റ്റ്. ETF ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡിൽ ഇപ്പോൾ നമ്മളൊരു ലാൻഡ് വാങ്ങിച്ച് നമുക്ക് അവിടെ ഒരു അഗ്രികൾച്ചർ ചെയ്യണം, അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ലാൻഡ് വാങ്ങുന്നത് വേറെയാണ്. പക്ഷെ ലാൻഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ വാങ്ങുമ്പോൾ നമുക്ക് ബ്രോക്കറേജ് കൊടുക്കണം,
രജിസ്ട്രേഷൻ ചാർജ് വേണം. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ REIT കമ്പനീസിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ബ്രോക്കറേജ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ലാൻഡിൻ്റെ അതേ അപ്രീസിയേഷൻ കിട്ടും. നമ്മൾ പൂനെയിലും ഡൽഹിയിലും പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ ലാൻഡ് വാങ്ങിച്ച പോലെ എഫക്റ്റാണ് REIT കമ്പനീസിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ലാൻഡും ഗോൾഡും നമുക്ക് തരുന്ന ഒരു എന്ത് പർപ്പസാണ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് എന്നനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ അവസാനമായിട്ട് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാറ് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സമയമൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ആവശ്യമില്ല. അപ്പോൾ ഈ ശരിക്കും ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠന വിധേയമാക്കേണ്ട ആവശ്യമുണ്ടോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം? ചോദ്യം ഞാൻ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ പഠനവിധേയമാക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് തെറ്റാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിനും നമ്മൾ പഠനവിധേയമാക്കണം. മ്യൂച്വൽ ഫണ്ട് പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. നമ്മളെ റിസ്ക് അനുസരിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ തിരഞ്ഞെടുക്കണം. മ്യൂച്വൽ ഫണ്ടിന് ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിന് ഒരു ബീറ്റ വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ടും തീർച്ചയായിട്ടും പഠനവിധേയമാക്കണം. ഞാൻ മീൻ ചെയ്തത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടിയും സേഫ്റ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് പരസ്യങ്ങളിൽ കാണാറുണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ട് ആർ ഓൾസോ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഉണ്ട്. കൂടാതെ തന്നെ ഓരോ മ്യൂച്വൽ ഫണ്ടും തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് വരാമെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ആദ്യ സമയങ്ങളിൽ റംഷാദ് തന്നെ പറഞ്ഞു, ഇവിടെ ട്രേഡേഴ്സ് എല്ലാം തന്നെ 95% ലോസ് ആണെന്നുള്ളത്. ഈ 95% ലോസ് ആണ്. ആ ഒരു വാല്യൂവിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, പഠന വിധേയമാക്കണം. ഇതിൻ്റെ ഇപ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസുകൾ പഠിക്കണം. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റായിട്ട് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്കൂളിലോ കോളേജിലോ ഇതൊന്നും ഇത് പഠന വിഷയമാക്കുന്നില്ല. അതുകൊണ്ടാണ് ട്രേഡേഴ്സ് കൂടുതൽ ലോസ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന ഓരോ ആളുകളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഇത് കൃത്യമായിട്ട് പഠനവിധേയമാക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിസ്ക് എലമെന്റ്സ് എങ്കിലും നമുക്ക് അറിയാം. ഇപ്പൊ പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. ഇതിന്റെ റിസ്ക് എലമെന്റ് എങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഈ കമ്പനി ഡീലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം കമ്പനീസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്കതിൽ നിന്ന് വിട്ടുവെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വലിയ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ട്രേഡ് ചെയ്യാനൊക്കെ 2-3 കോടി രൂപ വേറെ ആളുകൾക്ക് കൊടുത്ത് കബളിക്കപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലും കൂടി നമ്മൾ നോളജ് ഗെയിൻ ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ അറിവ് വെച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒരിക്കലും പണം മറ്റുള്ള ആളുകൾക്ക് കൈമാറരുത്. കൂടാതെ തന്നെ കമ്പനീനെയും ഏത് മേഖലയിലുള്ള ട്രേഡാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടാകുന്നത് നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ കൂടിയും റംഷാദ് പറഞ്ഞ പോലെ അതിൻ്റെ റിസ്ക് എലമെന്റ് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടും ഇത് പഠനവിധേയമാക്കും എന്ന് തന്നെ വിശ്വസിക്കട്ടെ. നന്ദി, നമസ്കാരം.